ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ന്യൂ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ എന്തായാലും പാലക്കാട് നിന്നാണ് ചെന്നൈക്ക് പോകുന്ന ബസ്. അപ്പം നമുക്ക് എന്തായാലും കാരണം ലേറ്റ് ആയിട്ടുണ്ട്, ഇനിയിപ്പോൾ കുറെ പറഞ്ഞു വെറുപ്പിക്കുന്നില്ല. അപ്പം എന്തായാലും ഒരിക്കലും വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ. പാലക്കാട് ബസ് കയറി BKV ട്രാവൽസ് ആണ്. സൂപ്പറാണ് കേട്ടോ. ബസ്സൊക്കെ നല്ല എന്താ പറയുക, നല്ല ക്വാളിറ്റിയാണ്, സൂപ്പറായിട്ടുണ്ട്. എനിക്കിപ്പോഴാണ് ടെൻഷൻ മാറിയത് കേട്ടോ. എനിക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര പേടിയാണ്. ശരത്തേട്ടൻ നല്ല ട്രാവലർ ലവറാണ്, ഞാൻ നേരെ തിരിച്ചാണ്. ഞാൻ ജോയിൻ ചെയ്തതിന് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ക്ലിയർ കുറച്ച് കുറവാണ്. ഈ ലൈറ്റ് അടിപൊളി വ്യൂ. എന്തൊക്കെയോ സെറ്റപ്പ് ഒക്കെ ഇതെല്ലാം പറയാം. അപ്പം അങ്ങനെ ഞങ്ങൾ ഇനി ഉറങ്ങട്ടെ. നാളത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഗുഡ് നൈറ്റ്. അപ്പോൾ നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പോയിട്ട് ചായ കുടിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ അത് പോയി കിട്ടും. ചായ ഇല്ലേ? അല്ലെങ്കിൽ ചായ കിട്ടില്ല. അപ്പോൾ അത് നമുക്ക് എന്തായാലും മുടക്കണ്ട. എന്നിട്ട് നമുക്ക് ടൈം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഇനി സമയമില്ലായിട്ട് എടുക്കണ്ട, ചായ കുടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. എവിടേക്കാണ് പോകുന്നത്? നമുക്ക് മറീന ബീച്ചൊക്കെ കണ്ടിട്ട് വരാം അല്ലേ? അപ്പോൾ ഇവിടെ അടുത്തുള്ള മറീന ബീച്ചിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇന്ത്യയിലെ തന്നെ വലിയൊരു ബീച്ച് കേട്ടോ മറീന ബീച്ച്. നമുക്കൊന്ന് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഒരു മഴ മൂടലുണ്ടല്ലേ, കുറച്ചുകൂടെ അടിപൊളിയാണ്. പക്ഷേ ഈ ക്ലൈമറ്റ് ഇവിടെ നന്നായിട്ടുണ്ട്. മഴ പെയ്യാതിരുന്ന ഇവിടെ ഓക്കെയാണ്, പക്ഷെ വെയിലില്ലാത്തതുകൊണ്ട് നല്ല അടിപൊളി. അണ്ണേ എങ്ക പോരുങ്ക? വാങ്ങോ. ഇവിടുന്ന് പോകുമ്പോ ഒന്നില്ലെങ്കിൽ തമിഴ് പഠിക്കൂ. ഭയങ്കര തിരക്കവിടെ. കിലോമീറ്ററോളം നീണ്ടു കിടക്കണുണ്ടേ. ഇവിടെ എത്ര ദൂരം അറിയാം. മാളിൽ വരാൻ വിചാരിച്ചു. ഇവിടെ അടിപൊളിയാണ്. കുറച്ച് ടൈം ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാം. അവിടേക്ക് വലിവ് വരൂ. ഫ്രണ്ട്സിൽ വന്നതാണ്. ശർക്കര ഈ ഷർട്ട് ഇഷ്ടമായി. ഇനി ഞാൻ ഇതിട്ട് നോക്കണം. ഞങ്ങള് മാളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? ഇറങ്ങിയിട്ടൊന്നുമില്ല,
അയ്യോ മാളിൽ ഇറങ്ങിയിട്ടില്ല. നമ്മൾ ഏത് ഷോപ്പിലാണ് പോയത് ഷാരു? വെറുതെ മാക്സിമം കയറി നോക്കിയതാ. മാക്സിൽ കയറി അടിപൊളി കളക്ഷൻ. മോഡേൺ ഡ്രസ് ഉണ്ണിമയ്ക്കാണെങ്കിൽ മോഡേൺ ഒന്നും വലിയ താല്പര്യമില്ല. ഇറങ്ങി പോകും. ഒരു ഇറക്കി വിടണേക്കാൾ ഞങ്ങൾ ഇറങ്ങി പോകും. ശരത്തേട്ടൻ പറയണ എന്നെ ഇനി സ്ട്രീറ്റിക്ക് ഷോപ്പിങ്ങിന് കൊണ്ടുപോകുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം എനിക്ക് എന്താ അറിയില്ല, എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം കാട്ടിത്തരാം കേട്ടോ. ഹോം ഡെക്കോർ നൈസ്ലേ. ശരത്തേട്ടൻ ഇനി കൊട്ടാരം വെക്കുമ്പോൾ ശരത്തേട്ടൻ ഇത് വാങ്ങുന്നാണ് പറയുന്നത്. അവിടുന്ന് ഒരു ഐറ്റം വാങ്ങി. എന്താ ശരത്തേട്ടത്? അത് ഡ്രൈ ഫ്ലവേഴ്സ്. അതായത് നമുക്ക് എന്താ പറയാ, റൂമിലൊക്കെ നല്ല ഫ്രാഗ്രൻസ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ കുറേ ആയി അന്വേഷിച്ച് നടക്കണം. കുറെ ക്യൂട്ട് ഐറ്റംസ് ഉണ്ട്. ശരത്തേട്ടൻ എന്തൊക്കെയോ വാങ്ങിക്കുന്നുണ്ട്. നമ്മള് മാളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മള് എവിടേക്ക് പോകുന്നത്? ഈ നേരെ സെൻട്രൽ സ്റ്റേഷൻ. നമ്മൾ റൂമിന്റെ അവിടേക്ക് പോവാം. സ്റ്റേഷനോ? സെൻട്രലിലേക്ക് പോവാം. സെൻട്രലിലേക്ക് പോവാ. അപ്പോൾ അവിടെ എന്തോ നമുക്ക് പിസ്സ കഴിച്ചുകൊണ്ട് വലിയ വിശപ്പൊന്നുമില്ല, എന്നാലും എന്തെങ്കിലും കഴിക്കണം അല്ലേ ശരത്തേട്ടാ? അതെ അതെ. ജസ്റ്റ് ലൈറ്റ് ആയിട്ട് വല്ല പൊടിദോശ നമുക്ക് കഴിച്ചിട്ട് നേരെ റൂം പോവാ, കിടന്നുറങ്ങാ. ഇനി നാളെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോവാണ്ടല്ലേ? നാളെ ഒന്നും കൂടി ഇറങ്ങാം നമുക്ക് ഇവിടെ. അങ്ങനെ റൂമിലെത്തി. ഇനി നമ്മൾ ഉറങ്ങണം. കാരണം ഇനി നാളെ രാവിലെ കുറച്ച് സ്ഥലങ്ങളും കൂടി പോവാണ്ട്. ഇന്ന് അധികമൊന്നും പോയിട്ടില്ല. നമ്മൾ മറീന ബീച്ച് പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മാളുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. കാരണം അത് ഒരു ദിവസം വേണ്ടിയെന്ന് തോന്നുന്നു, അത്രയും കാണാണ്ട്. ജസ്റ്റ് ഒന്ന് പോയി, അത്രേ ഉള്ളൂ. ഇനി നാളെ എവിടേക്കോ ശരത്തേട്ടനൊരു പ്ലാനിങ്സ് ഉണ്ട്. സൂ ഒക്കെ എത്തുമെന്ന് തോന്നുന്നില്ല. ഇവിടെ നല്ല മഴക്കാരുണ്ട്. ഇന്ന് മഴ കിട്ടിയിട്ടില്ല. നാളെ മഴ പെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുക. ഇനി അടുത്തത് സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകണം നാളെ? ഏത് സ്ട്രീറ്റിക്കൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും ടാറ്റ, ബൈ ബൈ, സീ യു.